വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു യാത്രയായിരുന്നു എൻ്റെ ഈ പോണ്ടിച്ചേരി യാത്ര. ആദ്യത്തെ ദീർഘദൂര ഇരുചക്രവാഹന യാത്ര. ഏകദേശം 1200 കിലോമീറ്റർ പിന്നിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്തായ രംഗനും രാവിലെ 4:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങളിപ്പോൾ കണ്ടത് തെന്മലയാണ്. അങ്ങനെ അവസാനം തെങ്കാശി എത്തി. ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയതായിരുന്നു. ഇവിടുത്തെ ലോക്കൽസ് നമ്മൾ അതിശയപൂർവ്വമാണ് നോക്കിയത്. എന്താണെന്നറിയില്ല, ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാരെ കാണുന്നത്. പിന്നെയും നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലത്ത് നിർത്തി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ യാത്ര തുടങ്ങി. അവസാനം നമ്മൾ കുറേ അതെ ഇതിൻ്റെ പവറെല്ലാം ഞാൻ കണ്ടു. ടയേർഡായി. പിന്നെ സ്റ്റോപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി നിർത്തി. വണ്ടിയിലുണ്ടായിരുന്ന ഭക്ഷണം കുറച്ച് കഴിച്ചു. രാവിലെ എടുത്തു വെച്ചതായിരുന്നു. പിന്നെ ലഗേജ് എല്ലാം പഴയ കണക്ക് പാക്ക് ചെയ്തു. പിന്നെ യാത്ര തുടങ്ങി. അങ്ങനെ അവസാന ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് പോണ്ടിച്ചേരിയിലെ പ്രധാനപ്പെട്ട ഒരു ബീച്ച്. ഈ കാണുന്നതാണ് പോണ്ടിച്ചേരിയിലെ സെക്രട്ടേറിയറ്റ്. അതിൻ്റെ ഫ്രണ്ട് വശവും ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു പാർക്ക് സെറ്റപ്പായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് ചെറിയൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു. പിന്നെ ചുമ്മാ ഞാനാണ് ചായ കുടിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയായി. ഇത് പോണ്ടിച്ചേരിയിലെ പൈറ്റോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും കുറച്ച് അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുമാണ്. രാത്രിത്തെ ഭക്ഷണം എന്താ ഈ കാണുന്നതായിരുന്നു. കുറച്ച് ഗ്രിൽഡ് ഐറ്റംസാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ചെറിയൊരു വാക്കെടുത്തു. അതിനുശേഷം ചെറിയൊരു സിനിമയ്ക്കും പോയി. അതൊന്നും ഇതിനകത്ത് റെക്കോർഡാക്കാൻ പറ്റിയില്ല ഗൈസ്. എന്നെ ചുമ്മാ ശശിയേക്കാനാണ് പുള്ളിയുടെ പ്ലാൻ. പക്ഷേ ഞാനൊന്നും കൊടുത്തില്ല. ഇതാണ് നമ്മൾ കണ്ട ഓറ വില്ല. അവിടെ ചെറിയൊരു ഹട്ട്. നമ്മളങ്ങനെ പൊക്കി. എങ്ങനെയുണ്ട് റൈസ്, കൊള്ളാമോ? ഞാനാണ്. ഇതാണ് ഔറ വില്ല. നല്ല ഇറക്കും.